മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എംഎൽഎമാരുടെ ഭൂരിപക്ഷവും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും കണക്കിലെടുക്കുമെന്ന മാത്യു കുഴൽനാടൻ. തർക്കങ്ങളില്ലാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. നാട്ടിലെ ഫ്ലെക്സ് നോക്കിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ഇതിനെല്ലാം കോൺഗ്രസിന് കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ട്. ഭരണപരിചയം, സീനിയോറിറ്റി എല്ലാം നോക്കേണ്ടവർ നോക്കും എന്നും കുഴൽനാടൻ പറഞ്ഞു. താൻ മന്ത്രിയാകണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മാത്യു കുഴൽനാടനൊപ്പം ചേരുകയാണ്. UDF വലിയ വിജയമാണ്. ആ വിജയത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത് ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം മുഖ്യമന്ത്രിക്കെതിരായ ഒരു വലിയ വോട്ടുണ്ടായി എന്നാണ്. താങ്കളാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തൊരു കോൺഗ്രസ് MLA-മാരിലൊരാൾ. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ചോദ്യം ചെയ്യപ്പെടുന്നതും അത് ചോദിക്കുന്നതും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും എനിക്ക് നന്നായി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആളുകളുടെ റെസ്പോൺസ്, ആളുകളുടെ പ്രതികരണമൊക്കെ കാണുമ്പോൾ അതിനോട് ആളുകൾ അത് ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് കാണിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ കൂടിയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസിൻ്റെ ചർച്ചകളൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ്. അവിടെ ഭരണപരിചയവും സീനിയോറിറ്റിയൊക്കെ ഒരു ഘടകമാകണോ? അല്ല, കോൺഗ്രസിന് ഒരു വെൽ സെറ്റിൽഡ് പ്രൊസീജിയർ ഉണ്ടല്ലോ. ഇപ്പോൾ കാലങ്ങളായി ഫോളോ ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ അവർ മുമ്പോട്ട് നിൽക്കും. അതിൻ്റെ ഒരു പ്രയാസവും വരേണ്ട കാര്യമില്ല. തർക്കങ്ങളുണ്ടാവില്ല? അല്ല, തർക്കങ്ങളുണ്ടാവില്ല. അതിനൊരു ആ രീതിക്ക് തന്നെ ഹൈക്കമാൻഡ് അത് തീർക്കും. ഈ മൂവാറ്റുപുഴയിലടക്കം ഒരുപാട് ഫ്ലെക്സുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കാം. അങ്ങനെയല്ലല്ലോ, ഫ്ലെക്സ് നോക്കിയല്ലല്ലോ ആൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും താങ്കളോട് ചോദിച്ചാൽ എന്തായിരിക്കും ഒരു മാനദണ്ഡം? അല്ല, അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും പാർട്ടി MLA-മാരുടെ അഭിപ്രായം തേടും. MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനൊരു ഇതുണ്ട്. സീനിയർ ലീഡേഴ്സിൻ്റെ അഭിപ്രായം തേടും, അതിനൊരിതുണ്ട്. പിന്നെ ഹൈക്കമാൻഡ് ഒരു വിലയിരുത്തലുണ്ട്. ഈ 3 ഘടകങ്ങളാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത്. സീനിയോറിറ്റിയും ഭരണപരിചയവും ഒക്കെ ആവശ്യമാണ്. അതെല്ലാം അവർ നോക്കുമല്ലോ. അതെല്ലാം നോക്കിയാലേ അഭിപ്രായം പറയാം. മന്ത്രിസഭാ രൂപീകരണത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു മന്ത്രിയാകണമെന്നൊരു ആഗ്രഹമുണ്ടോ മനസ്സിൽ? അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്ന കാര്യമാണ്. നമ്മൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി അതിന് വേണ്ടി മറ്റേതൊന്നും നടത്തേണ്ട. പാർട്ടി തീരുമാനിക്കും. പാർട്ടിക്ക് അതിനുള്ളൊരു രീതിയും അതിനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട്. ഈ മൂവാറ്റുപുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നോ? മികവുള്ള വിജയം മൂവാറ്റുപുഴയിൽ നിന്നുണ്ടാകും. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, ടു ബി ഓണസ്റ്റ് ആയിരുന്നു. പക്ഷേ നല്ല വിജയം ഉണ്ടാകും, നല്ല മാർജിൻ ഉണ്ടാകും എന്നറിയാം. ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഏറ്റവും അനുകൂലമായി മാറിയത് എന്താ? അല്ല, തീർച്ചയായിട്ടും സർക്കാരിനെതിരായിട്ടുള്ള, പിണറായി വിജയനെതിരായിട്ടുള്ള വികാരം, അതിനെ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്തതിന് ജനം നൽകിയൊരു അംഗീകാരം, പിന്നെ മൂവാറ്റുപുഴയിൽ നടത്തിയ വികസനങ്ങൾ, പിന്നെ 5 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു ജനപ്രതി എന്നാൽ അവരുടെ ഒരു അസസ്മെൻറ്റ്, അതെല്ലാം ചേർത്തിട്ട് മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളിൽ കൃത്യമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അതായത് ഹൈക്കമാൻഡ് പല കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരും. അതിൽ MLA-മാരുടെ ഭൂരിപക്ഷം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഇപ്പോഴത്തെ ചർച്ചകളിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലിന് കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ. ശരത് അമ്പാട്ടുകാവിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.